തനിക്കായി വേർതിരിച്ചു. അവരെല്ലാം വിട്ട് കർത്താവിന്റെ പിന്നാലെ പോയി. ദൈവത്തിന് സ്തോത്രം. ഇന്നും അങ്ങനെ ദൈവം എണ്ണപ്പെട്ട ചിലരെ അതിനായി വേർതിരിച്ച് തന്റെ ശുശ്രൂഷയ്ക്കായി മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിന്റെ സഭയ്ക്ക് ഒരു വ്യവസ്ഥയുണ്ട്, ഇതിനൊരു ഗവൺമെന്റ് ഉണ്ട്. അതാണ് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവസഭയുടെ ഒരു ഗവൺമെന്റ് അവിടെ നമുക്ക് കാണാം. അതെന്താണ്? ദൈവം സഭയിൽ ഒന്നാമത്, ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? ദൈവം സഭയിൽ. അടുത്ത് പറയുന്നു ഒന്നാമത് അപ്പോസ്തലന്മാർ. ദൈവത്തിന് സ്തോത്രം. നാം എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കണം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുയേശു മൂലക്കല്ല്, അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിൽ ദൈവസഭ പണിയപ്പെടുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും ആരാധിക്കുന്ന സ്ഥലത്ത് അപ്പോസ്തലൻ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ആരാണ് അപ്പോസ്തലൻ? അയക്കപ്പെട്ടവൻ. എങ്ങനെ അയച്ചു? അവനെ ദൈവം വിളിച്ചു, അവൻ അഭിഷേകം ചെയ്യപ്പെട്ടു, അവനെ വിശുദ്ധീകരിച്ചു, അവനെ ദൈവം അയച്ചു. ഈ ഉറപ്പ് സകലവും വിട്ടു പിരിഞ്ഞവരായവർ നമ്മുടെ പൂർവീയ സഭകളിലൊക്കെ അങ്ങനെയുള്ള ചൊല്ലുകളുണ്ട്. ലോകം താത സഹോദര ജാതീയതും തറവാട് ആകെ ഉപേക്ഷിച്ച് യേശുവിനായി ജീവൻ വരിച്ച സഹോദരന്മാരെ സദാ പിൻപറ്റുவது നന്നേറ്റം. ദൈവത്തിന് സ്തോത്രം. നല്ല കാര്യമായി ഈണമായി ചൊല്ലും. സത്യമാണോ? ഇതുണ്ടോ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേർപിരിഞ്ഞ മനുഷ്യരിൽ നിന്നും ലോകത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവരായ ഒരു ഗണമുണ്ട്. അവരെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ ഈ യോഗ്യതയെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്നാണ് മനുഷ്യരുടെ നിന്നും ഭൂമിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങപ്പെട്ട 144,000 പേര്. ഇനി ഈ സഹോദരന് തന്റെ വീട്ടിൽ ഒരവകാശമില്ല. എന്തെങ്കിലും തനിക്ക് ഓഹരിയോ അവകാശമുണ്ടെങ്കിൽ, അവർക്ക് മനസ്സുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പേരേക്ക് കൊടുത്തോളാം. ദൈവത്തിന് സ്തോത്രം. തന്റെ പേരിൽ ഇനി ഒന്നുമില്ല. കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വന്നു. ഈ കാലം അത്രയും ഞങ്ങൾക്ക് പറയാനുള്ളത് 1 പൈസയുടെ സമ്പാദ്യവും ഇല്ല. ദൈവത്തിന് സ്തോത്രം. എന്റെ കൈ കൊണ്ട് 1 പൈസ എടുത്ത് എന്റെ വീട്ടിലുള്ള ഒരു സഹോദരങ്ങൾക്ക് ഞാൻ കൊടുത്തിട്ട്, സഹോദരങ്ങൾ ചിലർ ഇവിടെയുണ്ട്, കിട്ടണമെന്ന് ആശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. ഞാൻ കൊടുത്തിട്ടില്ല. ഒരിക്കൽ ഒരു കൊച്ചു പയ്യൻ അവൻ അവന്റെ അമ്മയോട് ചോദിച്ചു, എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ, നമുക്ക് തരുന്നില്ലല്ലോ. അപ്പൊ അവന്റെ അമ്മ പറഞ്ഞു കൊടുത്തു, അത് അവർക്കൊക്കെ കൊടുക്കും, നമുക്ക് തരത്തില്ല, അവനെ മുന്നായിരുന്നാ മതി. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വേലക്കാർ വേല ചെയ്യുന്നത് സ്വന്തക്കാരെ പോഷിപ്പിക്കാനല്ല, ഇത് ദൈവത്തിനുള്ളതാണ്. അതിന്മേൽ കൈവയ്ക്കുന്നത് സൂക്ഷിച്ചു വേണം. അതൊരിക്കലും അനുഗ്രഹമായി തീരുകയില്ല. ദൈവത്തിന് സ്തോത്രം. കുടുംബ ബന്ധങ്ങളെ പോഷിപ്പിക്കുന്നതിനായിട്ടല്ല. പ്രതീക്ഷിക്കപ്പെട്ട ശുശ്രൂഷകരെന്ന് പറയുമ്പോൾ അവർ കർത്താവിന്റെ വേലയ്ക്കായി വേർപെട്ട് വന്നു കഴിയുമ്പോൾ അവരുടെ പ്രതിഷ്ഠയെ അവർ സൂക്ഷിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. അതിലൊന്ന് തങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയാണ്. ദൈവത്തിന് സ്തോത്രം. മലിനമായ യാതൊന്നിലും അവരുടെ ജീവിതം ഇടപെടുവാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ആർക്കും ഇടപെടുവാൻ അവകാശമില്ല. അതുകൊണ്ടാണ് നമ്മുടെ സഭ നടത്തിപ്പുകാർ പ്രത്യേകം അറിയിക്കുന്നതും പ്രബോധിപ്പിക്കുന്നതും സഹോദരങ്ങൾ, ചെറിയ സഹോദരങ്ങൾ ആരും മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ട. സൂക്ഷിക്കാൻ വേണ്ടി, ദൈവസഭയെ സൂക്ഷിക്കാൻ വേണ്ടി നടത്തിപ്പുകാർ കൊടുക്കുന്ന നിർദ്ദേശമാണ്. ഇനി പാസ്റ്റർമാരായാൽ തന്നെയും അവർ ഉപയോഗിക്കുന്ന ഫോണുകൾക്ക് ചില നിബന്ധനകളുണ്ട്. എന്തിനാണ് ഇത് വച്ചിരിക്കുന്നത്? ലോകം അവരെ വിഴുങ്ങിക്കളയുവാൻ ഇടവരരുത്, പിശാച് വഞ്ചിക്കരുത്. വിശുദ്ധ ജീവിതത്തിനായി തങ്ങളുടെ ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിച്ചവരായിരിക്കണം. ഈ ശുശ്രൂഷ എന്തിനു വേണ്ടിയാണ് എന്ന് നോക്കുമ്പോൾ അനേക വചനങ്ങൾ ഉണ്ടെങ്കിലും എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലഭാഗത്തേക്ക് പോയി അനേക ദാനങ്ങളെ നൽകിയെന്ന് കാണുവാൻ കഴിയും. ആ ദാനങ്ങളിൽ രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. വചനപ്രകാരമുള്ള സ്നാനം, പരിശുദ്ധാത്മാവിന്റെ ശക്തി,
അത് സ്വർഗീയ വാസസ്ഥലങ്ങൾ. കർത്താവിന്റെ വേല ചെയ്യുവാൻ വിളിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ദൈവത്തിന്റെ ദാനമാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും ദൈവസഭയ്ക്ക് നിയമിച്ചിരിക്കുന്നു. എന്തിനാ? അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവും ശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്കുള്ള യഥാസ്ഥാനത്തിനായുള്ള വേലയ്ക്കും ആകുന്നു എന്ന് അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സഭയെ തികവിലേക്ക് എത്തിക്കണം. ഇതാണ് ഉദ്യോഗം. ദൈവത്തിന് സ്തോത്രം. കൊലോസ്യ ലേഖനം 1:27 പറയുകയാണ്, അവനെ ഞങ്ങൾ അറിയിക്കുന്ന ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഒരു ശുശ്രൂഷ. ഞാൻ പറഞ്ഞല്ലോ, നിലം കിളച്ചൊരുക്കുകയല്ല, അതിൽ ഞാറ് നടുകയല്ല, അതിനെ വളർത്തുകയല്ല. ഇതൊരു പൂർണ്ണതയുടെ ശുശ്രൂഷയാണ്. ആ തികവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അതിനേറ്റതായ ഒരു അഭിഷേകം ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പുതിയ നിയമത്തിന്റെ മഹാപുരോഹിതൻ എന്ന ദൈവവചനത്തിൽ നമുക്ക് കാണാം. യേശുവിന്റെ കാലം വരെയും അനേക പുരോഹിതന്മാർ, മഹാപുരോഹിതന്മാർ ഭൂമിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് മഹാപുരോഹിതനായി തീർന്നതിന് ശേഷമായി ഇവിടെ ആ സ്ഥാനം ആരെയും ഏൽപ്പിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. അവൻ മഹാപുരോഹിതൻ, അവൻ അപ്പോസ്തലൻ. ആ യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ദൈവത്തിന്റെ സ്തോത്രം. അവൻ എന്താണ് ചെയ്തിരിക്കുന്നത്? എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ വായിക്കാം. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചയം സ്ഥിരവും തിരിച്ചിലേക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പുകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. എന്നേക്കും മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി മുമ്പ് കൂട്ടി പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് സംശയം? ഒരു മഹാപുരോഹിതൻ. പിന്നെയോ, താൻ ഈ ലോകത്തിൽ സ്ഥാപിച്ച ശുശ്രൂഷ ഈ ഭൂമിയിൽ സഭ നിലനിൽക്കുന്ന കാലത്തോളം അത് ചെയ്യേണ്ടതിനായിട്ട് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായി നിന്നുകൊണ്ട് നിരന്നുകൊള്ളുവീൻ, ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരുവന് നേടാവുന്ന സമുന്നതമായ പദവിയാണ് ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതാണ് ക്രിസ്തുവിന് പകരം സ്ഥാനാപതി എന്ന് പറയുന്നത്. കർത്താവിന്റെ അംബാസഡർമാരായി ജീവിക്കുവാൻ ആ ശുശ്രൂഷ ദൈവം നമ്മെ ഫലമേൽപ്പിച്ചു. ഇതെങ്ങനെയാണ് ലഭിച്ചത്? കർത്താവായ യേശു ക്രിസ്തു മഹാപുരോഹിതനായി വരുമ്പോൾ, അത് അവന്റെ ഗോത്രങ്ങൾ പിൻപോട്ട് നോക്കിയാൽ അങ്ങനെ ഒരുവനെ കാണുന്നില്ല. ലേവിയിൽ നിന്നല്ലാതെ ഒരു പുരോഹിതൻ ഇല്ല. അഹരോന്റെ ക്രമപ്രകാരമല്ലാതെ ഒരു ശുശ്രൂഷയില്ല. പിന്നെയോ, യേശു എങ്ങനെയാണ് ആ നിലയിലായത്? 110-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ പൗരോഹിത്യത്തിലേക്ക് കൊണ്ടുവന്നത് എന്താണെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനെന്ന് ഞാൻ ആണയിട്ട് സത്യം ചെയ്യുന്നു, ഇനി ഞാൻ അനുദപിക്കുകയുമില്ല. എബ്രായ ലേഖനം 7-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആ 1-ാം വാക്യം മുതൽ താഴോട്ട് മെൽക്കീസേദെക്കിനെ കുറിച്ച് പറയുകയാണ്. ഈ മെൽക്കീസേദെക്കിനെ കുറിച്ച് പലരും തെറ്റിദ്ധരിപ്പിച്ച് പഠിപ്പിക്കാറുണ്ട്. പല വിദ്യാസമ്പന്നരും വ്യാഖ്യാന പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ. പ്രിയരെ, സത്യം ഗ്രഹിക്കണം. അത് പിതാവായ ദൈവമല്ല, അത് പുത്രനായ ക്രിസ്തുവുമല്ല. ഈ മെൽക്കീസേദെക്ക് എന്ന് പറഞ്ഞാൽ അവൻ തൃത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവാണ്. ഇവിടെ ഗോത്രമോ ജാതിയോ ഭാഷയോ വ്യത്യാസമില്ലാതെ സിയോന്റെ അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ വന്നു കഴിയുമ്പോൾ അവരതിനായി രൂപാന്തരപ്പെടുകയാണ്. അവരുടെ മനസ്സ് മാറി, അവരുടെ ജീവിതം മാറി. പിന്നെ അവർക്ക് ഒന്നും വേണ്ട, എന്റെ യേശു മാത്രം മതി എന്ന് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്നെന്ന പോലെ ഒരു ദിവസം, ഒരു പകൽക്കാലം, ഏകദേശം 1 മണിയോട് അടുത്ത സമയത്ത് പരിശുദ്ധാത്മാവിന്റെ അധികരണ ശക്തി വളരെ ബലത്തോടെ ഈ എളിയവനായി എന്റെ മേൽ ഇറങ്ങി വന്നു.
അന്ന് ഞാൻ എന്റെ ദൈവത്തോട് എന്റെ 19ാമത്തെ വയസ്സിൽ ഞാൻ ഉറക്ക വിളിച്ചു പറഞ്ഞു, യേശുവേ, ഈ ലോകം എനിക്ക് വേണ്ട, ഈ ലോകത്തിന്റെ സ്നേഹം എനിക്ക് വേണ്ട, എന്റെ യേശു മാത്രം എനിക്ക് മതി. നിങ്ങൾ ചിന്തിക്കും ഞാൻ മാത്രമാണ് അങ്ങനെയല്ല. ഇവിടെ ഇരിക്കുന്ന ഈ ശുശ്രൂഷകരോട് ചോദിച്ചാൽ എല്ലാവരും പറയും, ഒരു നാളിൽ കൊടുങ്കാറ്റ് പോലൊരു ശക്തി ആവസിച്ചു, അന്ന് ദൈവത്തോട് ഉടമ്പടി ചെയ്തു, എന്റെ യേശു മതിയെന്ന്. സ്വർഗം അത് മുദ്ര വെച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ഞാനാണെങ്കിൽ ഈ ശുശ്രൂഷ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയോളം പോയി നോക്കി, പല പല സംഗതികളിൽ ഞാൻ ഇടപെട്ട് നോക്കി. ദൈവം തമ്പുരാൻ ഉദ്ദേശിച്ച സ്ഥാനത്ത് തിരിച്ചു വരുമ്പോൾ സമാധാനം ഉണ്ടായില്ല. പ്രിയ സഹോദരങ്ങളെ, ഇതിനായി വിളിക്കപ്പെട്ട ഒരുവന് വേറൊരു വഴിയിലേക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. ലോകം നമ്മെ എങ്ങനെ കണ്ടാലും എന്ത് ചെയ്താലും കർത്താവിന്റെ ശുശ്രൂഷ എങ്ങനെയുള്ളതാണ്? ഇത് മഹനീയമായ ഒരു ശുശ്രൂഷയാണ്. മെൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ശുശ്രൂഷയാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, തേജസ്സിന്റെ സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ തക്കവണ്ണം ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി. ഇന്ന് മാനസാന്തരം എന്ന് കേട്ടാൽ ആളുകൾക്ക് വലിയ സന്തോഷമാണ്. ആടിനെ കിട്ടും, കോഴിയെ കിട്ടും, ആനയെ കിട്ടും എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്, അഭിവൃദ്ധിയുടെ സുവിശേഷം. എന്നാൽ തേജസ്സിന്റെ ശുശ്രൂഷയിലേക്ക് കടന്നാൽ അതിനെ അംഗീകരിക്കാൻ ആളുകൾ കുറവാണ്. കാരണം ഇത് കഷ്ടതയുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും, നാം ഓരോരുത്തരും കാഹളം ധ്വനിക്കുമ്പോൾ തേജസ്സായി രൂപാന്തരപ്പെടണം. പ്രിയരെ, അത് സാധ്യമായി തീരണമെങ്കിൽ അങ്ങനെ ഒരു ഉപദേശത്തിലേക്ക് നമ്മൾ വരണം. അപ്പോസ്തോലിക ഉപദേശം. നമ്മുടെ സഭയ്ക്ക് ഒരു അപ്പോസ്തോലൻ ഉണ്ടോ? ഇതിനൊരു അപ്പോസ്തോലിക ഉപദേശമുണ്ടോ? ഇതിന്മേൽ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്ന 5 വിധ ഉദ്യോഗസ്ഥന്മാരെ ദൈവം നിയമിച്ചിരിക്കുന്നു. അത് സാക്ഷാൽ ദൈവത്തിന്റെ ദാനമാണ്. ആ ദാനം ലഭിച്ച് അഭിഷേകം ചെയ്തവർ ദൈവസഭയെ പൂർണ്ണതയിലേക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാലം തീരാറായി, നമ്മുടെ യേശു വരാറായി. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്? നാം ആരും ആയിക്കോട്ടെ, എങ്ങനെയുള്ളവരോ ആയിക്കൊള്ളട്ടെ, അത് നമ്മൾ ചിന്തിക്കേണ്ട. പക്ഷേ നമ്മുടെ ആത്മാവിനൊരു വീണ്ടെടുപ്പുണ്ട്. നമുക്കായി ദൈവം ഒരുക്കുന്ന തേജസ്സേറിയ ഒരു അവകാശമുണ്ട്. സഭ പുതിയ നിശ്ചയമായി മാറാൻ പോകുന്നു. എന്നാൽ അതിന്റെ തലസ്ഥാന നഗരിയായ സിയോനിൽ യേശുവിനോടുകൂടെ വാഴുവാൻ അധികാരം നടത്തേണ്ടതിനായി ഇതാ ചിലരെ ശുശ്രൂഷകരായി ദൈവം വേർതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നെ കേൾക്കുന്ന യൗവനക്കാരെ, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ എങ്ങനെ ചിലവഴിച്ചു കൊണ്ടുപോകുന്നു? ഒരു കുടുംബജീവിതമാണോ വലുത്? അതോ നാട്ടിൽ ധനാഠ്യരായി ജീവിക്കുന്നതാണോ വലുത്? നമ്മുടെ പേരും പെരുമയും നമ്മുടെ പ്രതാപവും മറ്റുള്ളവരുടെ മുൻപിൽ വിളിച്ചു പറയുന്നതാണോ നമുക്ക് വലിയ കാര്യമായി തോന്നുന്നത്? നിന്റെ ജീവൻ പോകുന്നതോടെ ഇത് മുഴുവൻ സ്തമിച്ചു കഴിഞ്ഞു. എന്നാൽ നിത്യതയെ കുറിച്ചുള്ള വാഞ്ചയുള്ളവരായി, ദൈവരാജ്യത്തിന്റെ ദർശനം ലഭിച്ചവരായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന വിളിക്കൊത്തവണ്ണം ജീവിക്കുവാൻ ആഗ്രഹിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പല മാതാപിതാക്കളും ഭയപ്പെടുകയാണ്. അയ്യോ, എന്റെ കുഞ്ഞിനെ സുവിശേഷ വേലയ്ക്ക് ദൈവം വിളിച്ചാലോ? ഭയപ്പെടുക. എന്റെ കുഞ്ഞിനെ ഒരാൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനാണെങ്കിലോ 10 ചെറുക്കന്മാരെ കിട്ടിയില്ലെങ്കിലും ആലോചിക്കും. ഞാന് അതിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അന്തിച്ചു പോകും. ഒരു ബന്ധത്തിന് വേണ്ടി 70-ലധികം ചെറുക്കന്മാർ കല്യാണം എന്നിട്ടും വിട്ടില്ല. അവസാനം അവിടെ ഒരാൾ കല്യാണം കഴിച്ചു. ഇപ്പോഴും ജീവിച്ചിരിക്കുക. അതിനൊക്കെ കാര്യങ്ങളുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവർ 70 ആലോചിച്ചാലും പിടിയില്ല. എന്റെ മോളെ കെട്ടിച്ചേ പറ്റുള്ളൂ. എന്റെ മോനെ, നീ ഒന്നേ ഉള്ളൂ, നിന്നെ നീ കെട്ടിയെങ്കിലേ മതിയാകുന്നു. ആർക്കാ ഇവിടെ തടസ്സം? ഇപ്പൊ കെട്ടിയിട്ട് പിന്നെ വന്ന് പറയുക, അപ്പച്ച വേലയ്ക്ക് ഇറങ്ങിയാൽ മതി. ഈ വെളിവ് എപ്പോഴാ ഉണ്ടായത്? അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ ഓർമ്മിച്ചിരിക്കുക ചെറുപ്പക്കാർ പിള്ളേരോട്, ഇതൊക്കെ നല്ലവണ്ണം പഠിച്ച് ചിന്തിച്ച് വചനപ്രകാരം ജീവിച്ച് എനിക്ക് സിയോനായി തീരണമെന്ന് ആഗ്രഹിക്കുന്നവർ അല്ലേ പറഞ്ഞാണ്. ഉപദേശം അറിയാവുന്നവരാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പറയത്തില്ല.
ചിലർ അടിയിലാണ് സന്തോഷം പറഞ്ഞതിനോട് കയ്യൊന്നും ഉയർത്തിയില്ല. പിള്ളേർക്ക് പോലും ഈ കഥ അറിയാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പക്ഷേ ചിലർ വിചാരിക്കുന്നു ഞാനിങ്ങനെ ഒളിച്ചിരുന്നാൽ രക്ഷപ്പെടാം. ഒരിക്കലുമില്ല. തമ്പുരാൻ നിന്നെ കുറിച്ച് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളയിടുപ്പ് ഉടുത്ത് ഇതുപോലെ മെത്തപ്പായെ കൊണ്ട് ഇരുത്തും ഈ കോളനാടിലെ പിള്ളേരെ. കേട്ടല്ലോ, ഞാൻ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ പറയുക, അടുത്ത വർഷം വേലയ്ക്ക് ഇവിടുന്ന് കുറച്ചു പേരെ ദൈവം തമ്പുരാൻ കൊണ്ടുവരും. അമ്മമാര് വിചാരിക്കുകയാണ് ഇന്ന് യോഗത്തിന് വരണ്ടായിരുന്നു. അതൊന്നും വിഷയമൊന്നുമില്ല. ഇത് കഴിയുമ്പോൾ നല്ല ചാപ്പാടുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ദൈവസന്നിധി നമ്മെ സമർപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവരാജ്യത്തിൽ ശ്രേഷ്ഠരായി മാറും. അമ്മ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചു, കരഞ്ഞു. പുരോഹിതൻ അവരുടെ അടുക്കൽ ചെന്ന് നിന്നിട്ട് പറഞ്ഞു, നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ, നീ ഇങ്ങനെ മദ്യപിച്ചിട്ട് ദൈവസന്നിധി വന്നിരുന്ന് എന്തിനാണ് കരയുന്നത്? അവള് പറഞ്ഞു, യജമാനനെ, ഞാൻ അങ്ങനോട് സ്ത്രീയല്ല, അങ്ങനെ വിചാരിക്കരുതേ, ഞാൻ മദ്യപിക്കുന്നവളല്ല, എനിക്കൊരു സന്താനമില്ല, എന്റെ പ്രതിയോഗി എന്നെ മുഷിപ്പിച്ചോണ്ടിരിക്കുക, സമാധാനത്തോടെ പോയിക്കൊള്ളുക, അടുത്ത ആണ്ടിൽ നിനക്കൊരു മകനെ ദൈവം തരും. ഒരു ശമൂവേൽ കുഞ്ഞിനെ ദൈവം കൊടുത്തു. അവൾ വളർത്തി. ഒരു പ്രായമായപ്പോൾ അവളെ കൊണ്ട് ആലയത്തിൽ വന്ന പുരോഹിതന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, യജമാനെ, ഇവന് വേണ്ടിയാണ് ഞാൻ കരഞ്ഞത്. ഇവനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്നു മുതൽ ഇവൻ ദൈവത്തിന്റെ ആലയത്തിന് ഞാൻ നിവേദിക്കപ്പെട്ടിരിക്കുകയാണ്. എത്ര അമ്മമാർ അങ്ങനെ പറയും? നെഞ്ചിടിക്കുന്നുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ഇതിൽ പരം ഭാഗ്യം വേറൊന്നുമില്ല. ഇതിൽ പരം ശ്രേഷ്ഠത വേറൊന്നുമില്ല. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ദൈവസഭയെ പൂർണ്ണപ്പെടുത്തി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുവാൻ പരിശുദ്ധാത്മാവ് ഇതാ ദൈവത്തിന്റെ സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അനേകരെ സിയോനായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലത്ത് വേർപെട്ടിരിക്കുന്ന ശുശ്രൂഷകരെ നോക്കുമ്പോൾ അവർക്ക് പട്ടിണിയോ മറ്റു കഷ്ടതകളോ ഒന്നുമില്ല. എന്നാൽ ജീവിതത്തിന്റെ പ്രതിഷ്ഠയെ സൂക്ഷിച്ചുകൊണ്ട്, വിശുദ്ധിയെ സൂക്ഷിച്ചുകൊണ്ട്, ദൈവമായുള്ള തീരുമാനത്തിൽ നിലനിന്നുകൊണ്ട് ദൈവരാജ്യത്തിനു വേണ്ടി രാപ്പകൽ പോരാടുവാൻ നമുക്ക് ദൈവസന്നിധി നമ്മെ സമർപ്പിക്കാം. നമ്മുടെ ജീവനെ അതിനായി കൊടുക്കാം. ദൈവമക്കളെ, അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കൈയോടെ കൈ ചേർത്ത് വെച്ചുകൊണ്ട്, നമ്മൾ തോളോട് തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവരാജ്യത്തിനു വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. ദൈവരാജ്യത്തിനു വേണ്ടി പോരാടാം. യേശു വേഗം വരാൻ പോവുകയാണ്. കടയിൽ ചുളുക്കവും വാട്ടവും മാലിന്യമില്ലാത്ത തന്റെ സഭയെ ചേർത്തുകൊണ്ട് വാനിൽ കയറി പോകുവാൻ നമ്മുടെ കർത്താവ് വേഗം വെളിപ്പെടാൻ പോകുന്നു. ലക്ഷ്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധി നമ്മെ സമർപ്പിക്കാം. ഇവിടെ വിട്ടു പോകുന്നതിന് മുൻപേ കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, പഠിക്കുന്നവരായാലും പഠിത്തം പൂർത്തീകരിച്ചവരായിരുന്നാലും കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹമുണ്ടായിരിക്കണം, എനിക്ക് ഈ ലോകത്തെക്കാൾ വലുത് ദൈവരാജ്യമാണ്. ആ ദൈവരാജ്യത്തിന് വേണ്ടി എനിക്ക് ഒരുങ്ങണമെന്നൊരു വാർത്ത നമുക്കുണ്ടാകട്ടെ. ലക്ഷ്യമെല്ലാം കാണുന്നേ ദൈവമക്കളെ, നമ്മുടെ പ്രത്യാശയെ പുതുക്കിക്കൊള്ളുവേ. കർത്താവിന്റെ ശുശ്രൂഷകരെ, ദൈവസന്നിധിയിൽ ഒന്നുകൂടെ നമ്മുടെ പ്രതിഷ്ഠയെ നമുക്ക് പുതുക്കാം. നമ്മുടെ വിശുദ്ധിയെ നമുക്ക് പുതുക്കാം. തീരുമാനങ്ങളെ പുതുക്കാം. ജീവനെ ഭാര്യയെ യാഗമായി അർപ്പിക്കാം. യേശുവിനായി നമ്മെ സമർപ്പിക്കാം. Oh
വഴിഭാരവും ദൈവം ഏറ്റെടുത്ത് നടത്തിയതിനായി സ്തോത്രം ചെയ്യാം. ദിവസത്തിൽ കൊണ്ടുവന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യാം. നൽകിയ ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്യാം. നമ്മുടെ മഹത്വവും ദൈവം എടുത്തതിനായി സ്തോത്രം.